വ്യക്തമായി പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിൻ. അടുത്ത ഒരു കാര്യം എന്താണ്? ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ട മനസ്സ് ബോധിക്ക് രൂപാന്തരപ്പെടുക. എന്തുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ളതാണ് കാരണം? ഇന്ന് ലോകത്തിൽ അനേക ആരാധനകൾ നടക്കുന്നുണ്ട്. ഇന്ന് അമ്പലങ്ങളിൽ പൂജപ്പാട്ടുകൾ നടക്കുന്നുണ്ട്. കത്തോലിക്ക പള്ളികളിൽ പാട്ടുകുർബാന നടക്കുന്നുണ്ട്. കല്യാണ വീടുകളിൽ പാട്ട് കച്ചേരി നടക്കുന്നുണ്ട്. പാർട്ടി സമ്മേളനങ്ങളിൽ പാട്ടുണ്ട്. ഇതൊക്കെ പാട്ടില്ലാതൊന്നുമില്ല. അതെല്ലാം ലോകത്തിന്റെ ആചാരമാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് നമ്മുടെ മനസ്സൊന്ന് പുതുക്കി രൂപാന്തരപ്പെടണമെന്നാണ്. കാരണം എന്തുകൊണ്ടാ? ഇന്ന് സിനിമയ്ക്കും പാട്ടെഴുതുന്നുണ്ട്. ഈ മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൽ നിന്ന് പാട്ടെഴുതി പാട്ട് പാടിയിട്ടുണ്ടോ? സിനിമയ്ക്ക് പാട്ട്. ആ പാട്ടും ഇങ്ങനെയാണ്: ആകാശങ്ങളിലിരിക്കും ഞങ്ങളുടെ അനശ്വരനായ പിതാവേ, അവിടുത്തെ നാമം വാഴ്ത്തപ്പെടണമേ, അവിടുത്തെ രാജ്യം വരേണമേ. അടുത്ത അന്നന്ന് ഞങ്ങൾ വിശന്ന് വരുമ്പോൾ അപ്പം നൽകണമേ. ആ പാട്ട് മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൽ വചനങ്ങൾ എഴുതിയ സിനിമാക്കാരാ പാടിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ പറയുന്നു പെന്തക്കോസ്തുകാർ പാടുന്ന പാട്ടല്ല ആത്മാവിനുള്ള പാട്ടാണ്, കത്തോലിക്കർ പാടുന്ന പാട്ട് ആത്മാവിനുള്ള പാട്ടല്ല, സിനിമാക്കാർ പാടിയ പാട്ടൊന്നും ആത്മാവിനുള്ള പാട്ടല്ല എന്ന് പറയും. അപ്പൊ നമ്മൾ സ്വയം നമ്മൾ പ്രഖ്യാപിക്കുക നമ്മൾ പാടിയ പാട്ടല്ല ആത്മാവിനാണ്. വെറുതെയാണ്. അതൊക്കെ എല്ലാം വ്യക്തമായ കാര്യങ്ങളാണ്. ഇവിടെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടി. ഹൃദയത്തിൽ നിന്ന് വരുന്ന പാട്ടാണ്. അത് പരിശുദ്ധാത്മാവ് നിറഞ്ഞെങ്കിലേ ഉണ്ടാക്കും. പരിശുദ്ധാത്മാവ് നിറഞ്ഞവർക്കാണ് ഹൃദയത്തിൽ നിന്ന് പാട്ടുപാടുന്ന സങ്കീർത്തനം ഉണ്ടാവും. 1 കൊരിന്ത്യർ 14-26 വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്: ആകയാൽ എന്ത് സഹോദരന്മാരെ, നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തരും സങ്കീർത്തനമുണ്ട്. അപ്പൊ ഓരോരുത്തരും സങ്കീർത്തനം ഉണ്ടെന്ന് പറയുമ്പോൾ 150 സങ്കീർത്തനം മാത്രമാണോ? 150 സങ്കീർത്തനം അല്ല. ആ 150 സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്ന ആസാമിന്റെ സങ്കീർത്തനമുണ്ട്, കോരഹ് പുത്രന്മാരുടെ സങ്കീർത്തനമുണ്ട്, ദാവീദിന്റെ സങ്കീർത്തനമുണ്ട്.